കേരളത്തിലെ ഏറ്റവും വലിയ മിഡിൽ ക്ലാസ് ട്രാപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ലോൺ അല്ല, അത് LIC അല്ല, അത് ലാൻഡ് അല്ല, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ല, അത് നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഒരു NRI ആകുക എന്നത്, അതല്ലെങ്കിൽ ഗൾഫിൽ പോകുക എന്നത്. ദേഷ്യം വരുന്നതിന് മുമ്പ് ഒരു കണക്ക് ഞാൻ പറയാം. കഴിഞ്ഞ സർവേ വർഷം 2,16,000 കോടി രൂപയാണ് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് വന്നത്. 2 ലക്ഷം കോടി രൂപ. കേരള ഗവൺമെന്റിന്റെ മൊത്തം റവന്യൂവിന്റെ 1.7 ടൈംസ് ആണ് അത് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആ പണം ഇവിടെ പോയി. ചുറ്റും ഒന്ന് നോക്കിയാൽ നിങ്ങളുടെ ഫാമിലിയിൽ അയൽപക്കത്ത് 20-25 വർഷം ഗൾഫിൽ പോയി നിന്ന ഒരാളെ നമുക്ക് എല്ലാവർക്കും അറിയാം. 45 ഡിഗ്രി ചൂടിൽ ജോലി ചെയ്ത് വർഷത്തിൽ 1 മാസം മാത്രം നാട്ടിൽ വന്ന് നിന്ന് ജീവിതം മുഴുവൻ പണയം വെച്ചവരാണ്. അയാൾ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ എന്തുണ്ട്? ചില ആളുകളുടെ കയ്യിൽ ഒരു വലിയ വീട് കണ്ടേക്കാം. വേറെ എന്തുണ്ട്? പെൻഷൻ ഇല്ല, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, മാസം കയറി വരുന്ന ഒരു ഇൻകം ഇല്ല. ബാക്കി ജീവിതം മുഴുവൻ ജീവിക്കാൻ ഒരു വലിയ തുക പോലും പലപ്പോഴും പല ആളുകളുടെ കയ്യിലും കാണില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പണം മുഴുവൻ എവിടെ പോയി എന്നതിൻ്റെ ഒഫീഷ്യൽ കണക്കാണ്. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയ കഥയല്ല, കേരള മൈഗ്രേഷൻ സർവേയുടെ ഡാറ്റയാണ്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. ഈ വീഡിയോയിൽ ഗൾഫിൽ പോയവർക്കോ NRI ആയവർക്കോ എതിരെ അല്ല ഞാൻ സംസാരിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ്. അത് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഒരു NRI ആണെങ്കിലോ ഒരു NRI ആവാൻ പോകുന്ന ആളാണെങ്കിലോ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണുക. നമ്മൾ കേരളത്തിലുള്ള മിക്ക ആളുകളും വളർന്നു വന്നത് ഒരു ബിലീഫ് വെച്ചുകൊണ്ടാണ്. പുറത്തു പോയാൽ രക്ഷപ്പെട്ടു. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു NRI ആയിരിക്കുമ്പോൾ ജീവിക്കുന്ന ജീവിതവും എല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്ന് ജീവിക്കുമ്പോഴുള്ള ജീവിതവും രണ്ടും രാത്രിയും പകലും പോലെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ജീവിതങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ ഒരു ബേസിക് കാര്യം എപ്പോഴും മിസ് ചെയ്തു പോകുന്നത്. ഇൻകം ഉണ്ടാകുന്നതും വെൽത്ത് ഉണ്ടാകുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഇൻകം എന്നത് മാസം വരുന്ന സാലറി, അതല്ലെങ്കിൽ വരുമാനം മാത്രമാണ്. അത് വരുന്നത് നിങ്ങളുടെ ജോലി ചെയ്യുന്നിടത്തോളം മാത്രം. പക്ഷേ വെൽത്ത് എന്നത് അതല്ല. നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി തരുന്ന സോഴ്സസ് ആണ്, അതല്ലെങ്കിൽ അസറ്റുകളാണ്. ഗൾഫ് ജോബ് നമുക്ക് എല്ലാവർക്കും തരുന്നത് നല്ല ഇൻകമാണ്. പക്ഷേ ആ ഇൻകം നിന്നാൽ, ആ പണ്ടുണ്ടായിരുന്ന ഇൻകം വെച്ച് നമ്മൾ വെൽത്ത് ബിൽഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ വെറും 0 ആയി മാറും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഇനി വരുന്ന കണക്ക് ശ്രദ്ധയോടെ കേൾക്കുക. കേരളം മുഴുവൻ ഈ മിസ്റ്റേക്ക് ആണ് ചെയ്യുന്നത് എന്നതിൻ്റെ കണക്കാണ്. കേരള മൈഗ്രേഷൻ സർവേ 2023. കേരളത്തിലെ മൈഗ്രേഷനെ പറ്റിയുള്ള ഏറ്റവും വലിയ ഒഫീഷ്യൽ സ്റ്റഡി. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റും മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ചേർന്ന് നടത്തിയ ഒരു പഠനം. 20,000-ഓളം ഹൗസ് ഹോൾഡുകളിൽ നടത്തിയ സർവേയാണിത്. ഞാൻ പറയുന്ന ഓരോ നമ്പറും അതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്പർ 1, 2023 കേരളത്തിലേക്ക് വന്ന റെമിറ്റൻസ് 2,16,893 കോടി രൂപ. അത് കേരളത്തിൻ്റെ മൊത്തം എക്കണോമിയുടെ GSDPയുടെ 23.2% ഉണ്ട്. ഈ GSDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDP തന്നെയാണ്, പക്ഷേ അത് സ്റ്റേറ്റിൻ്റെയാണ് എന്ന് മാത്രം. ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഒന്ന് ഓർത്ത് നോക്കൂ, നമ്മുടെ ഇക്കണോമിയുടെ ഏകദേശം 4/1 ഗൾഫിലെ വിയർപ്പാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ആ പണം എവിടെ പോകുന്നു? സർവേയിലുള്ള ബ്രേക്ക് ഡൗൺ ഞാൻ പറയാം. 15.8% വീട് പണി റെനോവേഷൻ, 14% ബാങ്ക് ലോൺ അടയ്ക്കൽ, 10% എഡ്യൂക്കേഷൻ, 7.7% ഹോസ്പിറ്റൽ ബില്ലുകൾ, 6.9% ഡെയിലി എക്സ്പെൻസസ്. ഈ കണക്കുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ റെനോവേഷൻ, ലോൺസ്, ബിൽസ്, സർവൈവൽ. ഈ ലിസ്റ്റിൽ എവിടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എവിടെയാണ് റിട്ടയർമെൻറ്റ് ഫണ്ട്, എവിടെയാണ് ഗ്രോ ആകുന്ന ഒരു അസറ്റിലേക്ക് പണം പോകുന്നത്? ഇനി നമ്പർ 3, ഇതാണ് എന്നെ ഏറ്റവും ഞെട്ടിച്ചത്. തിരിച്ചു വന്നവരുടെ എണ്ണം 2018 12 ലക്ഷം, 2023 18 ലക്ഷം. എന്തിനാണ് തിരിച്ചു വന്നത് എന്ന് സർവേയിൽ ചോദിച്ചപ്പോൾ 18.4% ആളുകളും പറഞ്ഞത് ജോലി പോയി കോവിഡ് കാലത്ത്, 13.8% ശമ്പളം പോരാ, 11.2% അസുഖം അല്ലെങ്കിൽ ആക്സിഡന്റ്, 7.5% മോശം വർക്കിംഗ് കണ്ടീഷൻസ്. അപ്പോൾ കൂട്ടി നോക്കിയാൽ പകുതിയിലേറെ ആളുകൾ വിന്നേഴ്സ് ആയിട്ടല്ല തിരികെ വന്നത്. നമ്മൾ പലപ്പോഴും NRI ആയി പോകുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ എല്ലാവരും പറയും, ഞാൻ ഇത്ര നാൾ ജോലി ചെയ്ത് ഞാൻ തിരികെ വരും എന്ന്. അവരൊന്നും പറയുന്നത് ഒരു കൃത്യമായ പ്ലാൻ അല്ല, അവരുടെ ഒരു ഹോപ്പാണ്. ആ സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന ഹോപ്പ്. പക്ഷേ ഡേറ്റ പറയുന്നത് ആ ഡിസിഷൻ പലപ്പോഴും നമ്മളല്ല എടുക്കുന്നത് എന്നാണ്. തിരികെ വരണം എന്ന് പ്ലാൻ ചെയ്യുമ്പോൾ വരാൻ സാധിക്കാറുമില്ല. പക്ഷേ ജോലി ചെയ്യണം, പണം ആവശ്യം എന്ന് തോന്നുന്ന പല സമയത്തും തിരികെ പറഞ്ഞ് വിടുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മളൊക്കെ പത്തേമാരി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാകും. മമ്മൂട്ടിയുടെ പള്ളിക്കൽ നാരായണൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ട്. അതിൽ ജീവിതം മുഴുവൻ ഗൾഫിലാണ് അദ്ദേഹം ജോലി ചെയ്തത്. നാട്ടിലെല്ലാവരും ജീവിച്ചത് അയാളുടെ പണം കൊണ്ടാണ്. വീട് ഉയർന്നു, കല്യാണങ്ങൾ നടന്നു, എല്ലാവരുടെയും ആവശ്യങ്ങൾ നടന്നു. അവസാനം അയാൾക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? അതാണ് ആ സിനിമയിൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത്. പക്ഷേ
ആ പടം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി അതേ പാറ്റേൺ പല വീടുകളിലും റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി നമുക്കൊരു ടിപ്പിക്കൽ ഗൾഫ് കരിയറിന്റെ ടൈം ലൈൻ ഒന്ന് നോക്കാം. ഇതൊരു ഇലസ്ട്രേഷൻ മാത്രമാണ്, സർവേ ഡേറ്റ ഒന്നും അല്ല. പക്ഷേ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ മുഖം ഓർമ്മ വരും, ഗ്യാരണ്ടി. 23 വയസ്സുള്ള ഒരു മനുഷ്യൻ വിസയ്ക്ക് വേണ്ടിയിട്ട് കടം എടുക്കുന്നു. ചിലപ്പോൾ വീട്ടിലെ കുറച്ച് ഗോൾഡ് ആയിരിക്കും പണയം വെക്കുന്നത്, ചിലപ്പോൾ വീട് തന്നെ പണയം വെച്ചു എന്ന് വരാം. ഫ്ലൈറ്റ് കയറുന്നു. ആദ്യത്തെ 4-5 വർഷം ആ കടം വീട്ടുന്ന പരിപാടിയാണ്. ചിലപ്പോൾ 4-5 വർഷത്തിലേക്കാൾ കൂടുതൽ നീണ്ടുപോയേക്കാം. അതിനുശേഷമുള്ള 10 വർഷം ഒരു വീട് വെപ്പ് ജേണിയാണ്. നാട്ടിലെ അവർ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും വലിയ പ്രോജക്റ്റ്. ഓരോ വർഷവും ബഡ്ജറ്റ് കൂടും. ഇത്രയൊക്കെ ആയില്ലേ ഒരു സിറ്റ് ഔട്ടും കൂടെ പണിയാം, ഇത്രയൊക്കെ ആയില്ലേ ഒരു കാർ കുറച്ചും കൂടെ പണിയാം, മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് മാത്രം പണിത് വെച്ചിട്ടുണ്ട്, ഇനി സ്റ്റെപ്പ് മാത്രം ആക്കണ്ട ഒരു ഫ്ലോറും കൂടെ അങ്ങ് പണിയാം. ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ വരും. പിന്നെ ചിലപ്പോൾ പെങ്ങളുടെ കല്യാണം, അനിയന്റെ പഠിത്തം, അച്ഛന്റെ സർജറി, അമ്മയുടെ മരുന്ന്, സ്വന്തം കല്യാണം, കുട്ടികളുടെ സ്കൂൾ ഫീസ്. അതിനുശേഷം വരുന്ന ഓരോ ഫോൺ കോളിലും ഓരോ ആവശ്യം. ഈ ആവശ്യങ്ങളെല്ലാം ജെന്യൂൻ തന്നെയാണ്, ഒന്നിനോട് നോ പറയാൻ പറ്റില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 52 വയസ്സായി. ബോഡിയൊക്കെ ഒരുപാട് ടയേർഡായി. കമ്പനിക്ക് അയാളെ ഇനി മുന്നോട്ട് വേണമെന്നില്ല, തിരിച്ച് നാട്ടിൽ പൊക്കോളാൻ പറയുന്നു. അദ്ദേഹത്തിന്റെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ പെൻഷൻ ഇല്ല, ഗൾഫിൽ മിക്ക ജോലിക്കും PF ഇല്ല, ഗ്രാറ്റുവിറ്റി നാമം മാത്രം, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ ഇല്ല, SIP എന്ന വാക്ക് പോലും കേട്ടിട്ടില്ല. ഉള്ളത് ഒരേ ഒരു വീട്. അത് വിൽക്കാൻ പറ്റില്ല, കാരണം അതിലാണ് ഫാമിലി താമസിക്കുന്നത്. റെന്റും കിട്ടില്ല, കാരണം അവിടെയാണ് അവർ തന്നെ താമസിക്കുന്നത്. സ്വന്തം വീടാണ്. 30 വർഷത്തെ അധ്വാനം ഒരു അസറ്റ് പോലും ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കിയത് താജ്മഹൽ പോലെ ഒരു വലിയ മോണുമെന്റ് മാത്രം. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊക്കെ തോന്നുന്നത് ഇത് അങ്ങേരുടെ തെറ്റല്ലേ, അദ്ദേഹം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാത്തത് കൊണ്ടല്ലേ എന്ന് തോന്നിയേക്കാം. അല്ല, അതാണ് ഈ വീഡിയോയുടെ മെയിൻ പോയിന്റ്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുന്നേ ഈ വീഡിയോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ 3 കാറ്റഗറിയിൽപ്പെട്ട ആളുകളായിരിക്കും. ഒന്ന്, നിങ്ങളിപ്പോൾ ഗൾഫിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്യൂച്ചറിൻ്റെ പ്രിവ്യൂ ആണ്, നിങ്ങൾ ഇപ്പോഴത്തെ പാറ്റേൺ മാറ്റിയില്ലെങ്കിൽ. രണ്ടാമത്തത്, നിങ്ങളുടെ വീട്ടിലേക്ക് ഗൾഫ് മണി വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ തന്നെയാണ് അത് നടക്കുന്നത്. 3, നിങ്ങൾ പുറത്തേക്ക് പോകണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ആളാണ്, അതല്ലെങ്കിൽ പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു യങ് ആയിട്ടുള്ള ആളാണ്. ഈ മൂന്നാമത്തെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രെൻഡ് പറയാം. ഇപ്പോഴത്തെ സർവേകളിൽ കാണിക്കുന്നത് ഗൾഫിലേക്ക് പോകുന്നവരുടെ ഷെയർ കുറയുന്നുണ്ട്. 89.2% നിന്നും 80.5% കുറഞ്ഞിട്ടുണ്ട്. യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അങ്ങോട്ടൊക്കെ പോകുന്നവരുടെ ശതമാനം 10.8% നിന്നും 19.5% കൂടിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പുതിയ ജനറേഷൻ ഗൾഫ് ഡ്രീമിന് പകരം മറ്റുള്ള കൺട്രീസാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെയും ഒരു ട്രാപ്പ് ഉണ്ട്. കൺട്രി മാറിയത് കൊണ്ട് മാത്രം പാറ്റേൺ മാറുന്നില്ല. സ്ഥിരമായിട്ട് പെർമനൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ആളുകളെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ആളുകളെല്ലാം, ഇപ്പോൾ കാനഡ ആണെങ്കിലും അവിടെ പോയി എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് നാട്ടിൽ വലിയൊരു വീട് വെച്ച് എല്ലാ ആവശ്യങ്ങൾക്കും പണം അയച്ചു കൊടുത്ത് സെയിം സൈക്കിൾ തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. പുതിയ അഡ്രസ്സാണ്. പണ്ട് ഗൾഫ് ആണെങ്കിൽ ഇപ്പോൾ മറ്റൊരു രാജ്യം. ഡെസ്റ്റിനേഷൻ അല്ല ഇവിടുത്തെ പ്രോബ്ലം, പണം പോകുന്ന വഴിയാണ്. ഇനി രണ്ടാമത്തെ ഫെയിലിയർ മോഡും കൂടെ പറയണം. വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. മോഹൻലാലിൻ്റെ ഗൾഫ് സേവിങ്സ് കൊണ്ട് അദ്ദേഹം നാട്ടിൽ വന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? സിസ്റ്റം അയാളെ ഗ്രൈൻഡ് ചെയ്ത് കളയുന്നു. അതായത് ഈ ഗൾഫ് മണിക്ക്, അതല്ലെങ്കിൽ പുറമേ നിന്ന് വരുന്ന പണത്തിന് 2 തരത്തിലുള്ള ഡെത്ത് ഉണ്ട്. ഒന്ന്, വീട്ടിൽ തന്നെ അത് കൺസ്യൂം ചെയ്ത് തീർക്കുന്നു. 2, പ്ലാനിങ് ഇല്ലാതെ ഒരു ബിസിനസ്സിലിട്ട് ആ ബിസിനസ് പൊട്ടിപ്പോകുന്നു. 1989 ഇറങ്ങിയ സിനിമയാണ്. ഇന്നും ആ കഥ നമ്മുടെ നാട്ടിൽ സ്ഥിരം നടക്കുന്നുണ്ട്. ഇതൊരു കോയിൻസിഡൻസ് അല്ല, ഇതാണ് നമ്മുടെ നാട്ടിലെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആ സിസ്റ്റം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന രീതി. അപ്പോൾ ഇനിയാണ് ഈ വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കെയർഫുള്ളായിട്ട് കേൾക്കുക. ആ 52ാമത്തെ വയസ്സിൽ വെറും കൈയോടെ തിരിച്ചു വന്ന മനുഷ്യൻ, അയാൾ ശരിക്കും ഫെയിൽ ആയതല്ല. അയാളുടെ ചുറ്റുമുള്ള സിസ്റ്റം അയാളുടെ ത്യാഗത്തിനെ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ടതായിരുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ടു നോക്കുക. അതെങ്ങനെയാണ് എന്ന് ഞാൻ പറയാം. 3 മെക്കാനിസംസ് ഉണ്ട്. ഒന്നാമത്, സ്റ്റേറ്റസ് സ്പെൻഡിങ്. നാട്ടിലൊരു ഗൾഫുകാരൻ്റെ വില അളക്കുന്നത് അയാളുടെ വീടിൻ്റെ സൈസ് വെച്ചാണ്. അയാളുടെ സേവിങ്സോ അയാളുടെ പോർട്ട്ഫോളിയോ ആരും കാണാൻ പോകുന്നില്ല, വീട് എല്ലാവരും കാണുന്നു. സോ 30 വർഷത്തെ സാക്രിഫൈസിൻ്റെ പ്രൂഫായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടായേ മതിയാകൂ. കല്യാണം നല്ല ഗ്രാൻഡായിട്ട് നടത്തിയേ മതിയാകൂ. ഇതൊന്നും സത്യം പറഞ്ഞാൽ അയാളുടെ ഈഗോ അല്ല, അയാളോട് സമൂഹം ഡിമാൻഡ് ചെയ്യുന്നതാണ്. 2, ഫാമിലി എക്കണോമിക്സ്. ഗൾഫിലുള്ള ആൾ വീടിൻ്റെ ATM ആണ്. വരുന്ന ഓരോ ആവശ്യങ്ങളും ജെന്യൂൻ ആയിരിക്കാം. സത്യം പറഞ്ഞാൽ അതാണ് ആ ട്രാപ്പിൻ്റെ ഏറ്റവും വലിയ ക്രൂരത. അമ്മയുടെ മരുന്നിന് നോ പറയാൻ പറ്റില്ല, പെങ്ങളുടെ കല്യാണത്തിന് നോ പറയാൻ പറ്റില്ല. ആ ട്രാപ്പിനകത്ത് ഒരു വില്ലൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ തിരിഞ്ഞു നിന്ന് ഫൈറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. എല്ലാവരും നല്ല മനുഷ്യർ, പക്ഷേ കൺസ്യൂം ആകുന്നത് ആ ഒരു മനുഷ്യൻ്റെ റിട്ടയർമെൻറ്റ് മാത്രമാണ്. ഇനി മൂന്നാമത്, സ്ട്രക്ചറൽ ആബ്സെൻസ്. ഗൾഫ് ജോബിന് PF ഇല്ല, പെൻഷൻ ഇല്ല, നാട്ടിലെ ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നിർബന്ധമായിട്ടുള്ള സേവിങ്സ് ഇല്ല. ഇതൊന്നും NRIക്കില്ല. അയാൾ സ്വന്തമായിട്ട് ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്യണം. പക്ഷേ നമ്മളെ ഇതൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ല. പേഴ്സണൽ ഫിനാൻസോ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനോ നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. സ്കൂളിലും ഇത് പഠിപ്പിച്ചിട്ടില്ല, നമ്മളെ മറ്റാരും ഇത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചെയ്യുന്ന ആർക്കും ഇതൊന്നും അറിയില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 3 മെക്കാനിസം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, 1, സമൂഹം ഡിമാൻഡ് ചെയ്യുന്നു. 2, ഫാമിലി അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. 3, സിസ്റ്റം ഒരു സേഫ്റ്റി നെറ്റ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. ഈ 3 ഒരുമിച്ച് വന്നാൽ
എത്ര മിടുക്കനാണെങ്കിലും ഈ ട്രാപ്പിൽ വീണിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഫെയിലിയർ അല്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ റിസൾട്ടിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ഒരാളുടെ ക്യാരക്ടറിന്റെ പ്രോബ്ലം അല്ല, അത് ആ ഡിസൈനിന്റെ പ്രോബ്ലമാണ്. പക്ഷേ ഇവിടെ ഗുഡ് തിങ് ആയിട്ടുള്ളത്, ആ ഡിസൈൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ ഡിസൈൻ നമുക്ക് ബ്രേക്ക് ചെയ്യാം. പ്രാക്ടിക്കലായി ഞാൻ നേരത്തെ പറഞ്ഞ 3 ഗ്രൂപ്പിന് 3 കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ ഗൾഫിലാണെങ്കിൽ അതല്ലെങ്കിൽ ഒരു NRI ആണെങ്കിൽ, ഒന്നാമത്തെ റൂൾ, പേ യുവർ സെൽഫ് ഫസ്റ്റ്. സാലറി കിട്ടിയാൽ ആദ്യം തന്നെ പണം നാട്ടിലോട്ട് അയക്കരുത്. ആദ്യം തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് 15%, 20%, 10% നിങ്ങളുടെ പേരിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റുക ഓട്ടോമാറ്റിക്കായിട്ട്. നിങ്ങളുടെ NRI അക്കൗണ്ടിൽ നിന്നും SIP സെറ്റ് ചെയ്താൽ അത് നിങ്ങൾ പോലും അറിയാതെ, നിങ്ങൾ ആ പണം കാണുക പോലും ചെയ്യാതെ അങ്ങ് മാറി അവിടെ കിടന്നോളൂ. ബാക്കി കൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ബാക്കി വല്ലതും ഉണ്ടായിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ എന്നാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നിയത് എങ്കിൽ, നിങ്ങളിപ്പോൾ ജീവിക്കുന്ന സ്ഥലത്ത് 10% റെൻറ്റ് അടുത്ത മാസം തൊട്ട് തുടങ്ങി എന്നങ്ങ് അസ്യൂം ചെയ്യുക. ആ 10% മാറ്റിയിടുക. ബാക്കി വന്നാൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന പ്ലാനാണ് നിങ്ങൾ ഇടാൻ പോകുന്നത് എങ്കിൽ, ആ പ്ലാൻ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നത് ഉറപ്പാണ്. 30 വർഷത്തെ പല സർവേയിലെയും ഡേറ്റ കാണിക്കുന്നതും അത് തന്നെയാണ്. ഇനി രണ്ടാമത്, നിങ്ങൾ വീട് പണിയുമ്പോൾ ഒരു ബഡ്ജറ്റ് ക്യാപ്പ് വയ്ക്കുക. വീട് ഒരു നെസസിറ്റിയാണ്, ഒരു മോണുമെൻറ്റോ കൊട്ടാരമോ താജ്മഹലോ അല്ല. പ്ലാനിന് മുകളിൽ പോകുന്ന ഓരോ ലക്ഷം രൂപയും നിങ്ങളുടെ റിട്ടയർമെൻറ്റിൽ നിന്ന് എടുക്കുന്നതാണ്. ചുട്ടു പൊള്ളുന്ന വെയിലത്ത് നിന്നുണ്ടാക്കിയ വിയർപ്പിൻ്റെ വിലയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്, ഒരു റിട്ടേൺ ഡേറ്റ്, അതായത് തിരികെ വരാൻ പ്ലാൻ ചെയ്യുന്ന ആളാണ് എങ്കിൽ, പെർമനൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ആളുകളുടെ കാര്യമല്ല, ഒരു റിട്ടേൺ ഡേറ്റ് അല്ല ഫിക്സ് ചെയ്യേണ്ടത്, ഒരു റിട്ടേൺ നമ്പറാണ് ഫിക്സ് ചെയ്യേണ്ടത്. 55 വയസ്സാകുമ്പോൾ വരും എന്നല്ല, ഇത്ര കോർപ്പസ്, ഇത്ര എമൗണ്ട് ആയാൽ ഞാൻ തിരികെ വരും എന്ന് വേണം പ്ലാൻ ചെയ്യാൻ. കാരണം തിരികെ പോകുന്ന ഡേറ്റ് മിക്കപ്പോഴും നമ്മളായിരിക്കില്ല ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ സർവേയിൽ കേട്ടത് ഓർമ്മയുണ്ടാവുമല്ലോ, പകുതിയിലേറെ ആളുകളുടെയും കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ആ കമ്പനിയാണ്. ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് ഗൾഫ് മണി വരുന്നുണ്ടെങ്കിൽ ആ പണത്തിനെ ഒരു ജാക്ക്പോട്ടായിട്ടോ ഒരു ലോട്ടറി ആയിട്ടോ കാണാതിരിക്കുക. അതിനെയും ഒരു സാലറി ആയിട്ട് കാണുക. അത് അയച്ചു തരുന്ന ഒരാളോട് കൃത്യമായിട്ട് നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പണം നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ആ ഒരൊറ്റ ചോദ്യം ചിലപ്പോൾ ആ ആളിൻ്റെ ഓൾഡ് ഏജിനെ രക്ഷിക്കും. ഇനി പുറത്തോട്ട് പോകാൻ നിൽക്കുന്ന ഒരാളാണ് എങ്കിൽ പൊയ്ക്കോളൂ. പക്ഷേ തിരികെ വരാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ട് എങ്കിൽ ഒരു എക്സിറ്റ് പ്ലാനോടുകൂടി പോവുക. എത്ര വർഷം, എത്ര കോർപ്പസ്, എന്നിട്ട് ഇത് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. വീണ്ടും പറയുന്നു, പെർമനൻ്റ്ലി മൂവ് ചെയ്യുന്ന ആളുകളല്ല ഞാനിത് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പണം ഏത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര റിട്ടേൺസ് കിട്ടും, ഇതൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരൊറ്റ പ്രിൻസിപ്പിൾ മാത്രമാണ് പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ വിയർപ്പിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി ആദ്യം തന്നെ മാറ്റിവെക്കുക. അതിനെ സെൽഫിഷ്നെസ് ആയിട്ട് നിങ്ങൾ കാണേണ്ട ആവശ്യം തന്നെ ഇല്ല. അത് നിങ്ങളോടും നിങ്ങളുടെ ഫാമിലിയോടും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫേവറാണ് എന്ന് മനസ്സിലാക്കുക. കാരണം 60 വയസ്സോ 65 വയസ്സോ ആവുന്ന സമയത്ത് നിങ്ങൾ പോലും മറ്റൊരാൾക്ക് ബേർഡൻ ആവാതെ ഇരിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇനി ഈ ഒരു കാര്യം കൂടെ പറയാതെ ഈ വീഡിയോ നിർത്താൻ പറ്റില്ല. ഗൾഫ് മണിയാണ് സത്യം പറഞ്ഞ ഇന്നത്തെ കേരളത്തിനെ ഉണ്ടാക്കിയത്. നമ്മുടെ വീടുകൾ, ഹോസ്പിറ്റൽ, സ്കൂൾസ്, നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ. 1970കളിൽ ഒരു മലയാളി ചെറുപ്പക്കാരൻ്റെ മുന്നിൽ ഒരേ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഗൾഫായിരുന്നു. ആ വാതിൽ കൂടി പോയ മിക്ക ആളുകളും ഈ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സാക്രിഫൈസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും. അപ്പോൾ അതിനെ ചെറുതാക്കി കാണാൻ ആർക്കും അവകാശമില്ല. പക്ഷേ ഫസ്റ്റ് ജനറേഷൻ അവരുടെ ജീവിതം തന്നെ ഇതിന് വിലയായിട്ട് കൊടുത്തു. പക്ഷേ ഇനിയുള്ള ചോദ്യം ഇതാണ്, സെക്കൻഡ് ജനറേഷൻ അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുമോ അതോ അതേ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യുമോ എന്നത്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് എങ്കിൽ ഒരു NRI ആയ അതല്ലെങ്കിൽ ഗൾഫിലുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരനോ ഫാമിലി മെമ്പറിനോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കണക്കുകൾ അവർ കൂടുതൽ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതെ ശരിയായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് നീങ്ങാൻ അവരെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങളുടെ ഫാമിലിയുടെ ഗൾഫ് സ്റ്റോറി എന്താണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഗൾഫ് സ്റ്റോറി എന്താണ്? എന്തെങ്കിലുമൊക്കെ ട്രാപ്പിൽ പോയി വീണിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഈ ട്രാപ്പ് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ, എങ്ങനെയാണ് എല്ലാം പറയുക. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. കേരള മൈഗ്രേഷൻ സർവേയുടെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്കും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.